എൻഡോർക്ക് 150യുടെ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 130 കിലോമീറ്റർ ഓടിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. നമ്മൾ സെലക്ട് ചെയ്തത് മാനന്തവാടിയിലേക്ക് പോകുന്ന വഴിയുള്ള ആ ഒരു ചുരമാണ് നെടുമ്പയിൽ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ 65 കിലോമീറ്റർ ഉണ്ട് നാട്ടിൽ നിന്ന് അവിടുന്ന് തിരിച്ചു ഇങ്ങോട്ടേക്ക് 65, അങ്ങനെ 130 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ എൻ്റെ അനിയനും കൂട്ടി നമ്മൾ യാത്ര പുറപ്പെട്ടു. നല്ല അടിപൊളിയായിരുന്നു. പോകുന്ന സമയത്തൊക്കെ സൂപ്പറായിരുന്നു. ഡ്രൈവ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ ഏകദേശം നെടുമ്പയിലെത്തി. അവിടെ എത്തിയ സമയത്ത് നമ്മൾ എണ്ണ അടിച്ചു. ഇതാണ് നെടുമ്പയിൽ. ഇവിടുന്ന് റൈറ്റിലേക്ക് കയറിയാലാണ് മാനന്തവാടി ചുരം എത്തുന്നത്. മാനന്തവാടി പോകുന്ന ആ ഒരു ചുരം റോഡ്. അങ്ങനെ നമ്മൾ യാത്രാവേളയിൽ നല്ല രസത്തിൽ ആസ്വദിച്ച് പോയി. കാരണം വെച്ചാൽ റോഡിൽ വാഹനങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല ചീവീടിൻ്റെ ശബ്ദവും കാടിലൂടെ പോകുന്നുള്ള ഒരു ഫീലിങ്ങും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ യാത്രാവേളയിൽ എയർപിന്നെത്തി. അവിടുന്ന് നമ്മൾ ഫസ്റ്റ് എയർപിൻ LPD എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഉറവ് കെട്ടുന്ന ഒരു പാറക്കെട്ടിലൂടെ ഒഴുകിയെത്തുന്ന ഒരു വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ റീൽസിൽ പകർത്തി. അങ്ങനെ അവിടുന്ന് നമ്മൾ യാത്ര പുറപ്പെട്ടു. അങ്ങനെ ഒന്നാമത്തെ എയർപിൻ, 2 എയർപിൻ അങ്ങനെ കഴിയുന്ന സമയത്ത് അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റൊക്കെ കിട്ടി. അവിടെ നിന്നൊക്കെ റീൽസ് എടുത്തു. നമ്മൾ പോരാത്ത നമ്മൾ വണ്ടി അതിൽ ഉൾപ്പെടുത്തി. അത് ഇരുന്ന് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കോമാച്ചി എന്ന് പറയുന്ന ഒരു പാർക്കിലെത്തി. ആ പാർക്കിൽ നമ്മൾ കയറിയില്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു. നല്ല രസമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ച് പോയ സമയത്ത് വണ്ടിയുടെ പെർഫോമൻസ് കാരണം നമുക്ക് വണ്ടി നിർത്താനേ തോന്നില്ല. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ആ ഒരു സമയത്താണ് മുള കൊണ്ടുണ്ടാക്കുന്ന ഒരു പായസം ശ്രദ്ധയിൽപ്പെട്ടത്, മുളയരി പായസം. അങ്ങനെ അത് നമ്മൾ വാങ്ങിച്ചു കുടിച്ചു. ഏകദേശം 50 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയ സമയത്താണ് തേയിലത്തോട്ടം കാണുന്നത്. നല്ല രസമുണ്ട് തേയിലത്തോട്ടം കാണാൻ. അവിടെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വണ്ടിയുടെ. പിന്നെ നമ്മൾ തേയില വാങ്ങിച്ചാലോ എന്ന് കരുതി കുയിനീലം എന്ന ഒരു പ്രദേശം കിട്ടുന്നത്. അവിടെയാണ് ഗാന്ധിഗ്രാം എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ കടയിൽ കയറിയ സമയത്ത് ഒരുപാട് ചായപ്പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഞാൻ മസാല ചായപ്പൊടി വാങ്ങിച്ചു. അതുപോലെ തന്നെ നാടൻ ചോക്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നാടൻ ചോക്ലേറ്റ് വാങ്ങിച്ചു. നമ്മൾ ആ സാധനവും വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. യാത്ര നാട്ടിലേക്ക് തിരിച്ചു വരുന്ന വേളയിൽ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടു. ചെറിയ രീതിയിൽ നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന കാണുമ്പോൾ അതിൽ നിന്ന് കയറി ഇറങ്ങി കുളിക്കാനൊക്കെ തോന്നി. ചെന്നിരുന്നാൽ നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. ചുരത്തിയ സമയത്ത് ചുരം ഇറക്കാണ്. നല്ല രസമാണ്. ഓടയൊക്കെ ഇങ്ങനെ ആകാശത്തോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മഞ്ഞൊക്കെ ഇലകളുടെ ഇടയിലൂടെ നല്ല മഞ്ഞുപാളികളൊക്കെ ഒഴുകി നടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ നമ്മൾ പോയി നല്ല രസത്തിൽ വരുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് വണ്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല രസമാണ്. ഓരോ എയർപിന്ന് കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല രസമാണ്. നമ്മൾ ഓരോ എയർപിന്ന് ഇറങ്ങി ഓരോ വീഡിയോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. തളിപ്പറം പറ്റിയാലും ചായ പിടിക്കാൻ തോന്നിയിട്ട് അങ്ങനെ ഒരു തട്ടുകട കണ്ടു. അവിടെ കയറി നല്ല നെയ്പ്പത്തിൽ, ഓംലേറ്റ്, പിന്നെ ചായ, കൽമാസ് ഇതൊക്കെ അടിച്ചു. അങ്ങനെ പോയി നമ്മൾ നാട്ടിലെത്തുന്ന സമയത്ത് നല്ല വെളിച്ചമൊക്കെ മാറി ഇരുട്ട് തുടങ്ങിയിരുന്നു. അങ്ങനെ ആ ഒരു രാത്രിയിലെ ഡ്രൈവിങ് വേറെ രക്ഷയില്ല. നല്ല രസമാണ്. രാത്രിയിലെ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വെളിച്ചമുണ്ടാവും. നല്ല രസമാണ് യാത്ര ചെയ്യാൻ. പോരാത്തതിന് സിറ്റിങ്ങിൽ ചെറിയൊരു ഈ സീറ്റിൻ്റെ ആ ഒരു പൊസിഷനിൽ ചെറിയ രീതിയിൽ തെരുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ബാക്കി കിലോമീറ്റർ ഓടി വന്നിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ തോന്നിയിട്ടില്ല. അടിപൊളിയാണ്. നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച വണ്ടി തന്നെയാണ് എൻഡോർക്ക് 150. സൂപ്പർ വണ്ടി തന്നെയാണ്.